Okay, good afternoon, all of you. All of you mark your attendance. But the last class we studied computer prapancha. Alle? Paadam finish aayittunde. Appo adinte activities namukku nokkam. Okay, adil first one endane meaning. എഴുതിയല്ലാവരും മീനിങ് എഴുതി വെച്ചു നോട്ടിലേക്ക്. അതൊക്കെ പറഞ്ഞതോ? ഓ ഓ അതൊക്കെ പറഞ്ഞതാ. ഇത് പറഞ്ഞു നമ്മളെ. സ്വാഭാവികമൊക്കെ പറഞ്ഞു. ക്വസ്റ്റ്യൻസ് പറഞ്ഞു മക്കളെ? ഇല്ല, ഇനി ക്വസ്റ്റ്യൻസ് അവിടെ വരെയാ പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പൊ പൂർണ്ണ വിരാമം, ആധുനികമായ രീതി, ആധുനിക രീതി അല്ലേ? ഓക്കെ, എഴുതിയോ എല്ലാവരും? ഷോൺ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, എഴുതിയോ? അത് എഴുതിയില്ല? ഇല്ല. ഓക്കെ, അപ്പൊ അതിൽ എന്താണ് ബാക്കിയൊക്കെ അതിലില്ലാണ്. പിന്നെ മന്ത്ര പ്ലസ് കൊടുക്ക, മന്ത്ര കൊടുക്ക. തല അധികം ചോറ്, തലച്ചോറ് ദ്വിത്വസന്ധിയാണ്. നെക്സ്റ്റ് യന്ത്ര പ്ലസ് തറി, യന്ത്രത്തറി അല്ലെ? അവിടെയും തായിരട്ടിക്കാണ്. നവ പ്ലസ് ഉദ്ധാനം, നവോത്ഥാനം കേട്ടോ. ഷോൺ എഴുതിക്കോട്ടോ, നവോത്ഥാനം. മഹാ പ്ലസ് ഉത്സവം, മഹോത്സവം. ശാസ്ത്രത്തിന്റെ ഭാഷ, ശാസ്ത്രഭാഷ. ചിന്തയുടെ ശക്തി, ചിന്താശക്തി. പൂർണ്ണമായ വിവരം, പൂർണ്ണ വിവരം. ആധുനികമായ രീതി, ആധുനിക രീതി അല്ലേ? ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യണേ. ടെക്സ്റ്റില് നോട്ടിലും എടുത്ത് എഴുതണം നിങ്ങൾ, എന്നാലേ പഠിക്കൂ കേട്ടോ. നെക്സ്റ്റ് ഉത്തരം എഴുതാം എന്നാണ് അല്ലേ? അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ശാസ്ത്ര ഭാഷയിൽ സിസ്റ്റം എന്നാൽ എന്ത്? എന്താണ് സിസ്റ്റം എന്നാൽ? എന്നാൽ എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം എന്നാൽ എന്ത്? എവിടെയാ കണ്ടോ? രണ്ടാമത്തെ പാരഗ്രാഫില് കണ്ടോ? ആ വാക്യത്തെ പ്രയോഗിക്കൊന്ന് പറഞ്ഞുതരാം. വാക്യത്തെ പ്രയോഗിക്കുന്നുണ്ട് അതില്, ഞാൻ കണ്ടില്ലല്ലോ. അരങ്ങൊരുങ്ങുക അല്ലെ? അരങ്ങൊരുങ്ങുക. എന്താ ഇത് അരങ്ങൊരുങ്ങുക പറയുമ്പോ? നാടകത്തിന് വേണ്ടി അരങ്ങൊരുങ്ങി. എഴുതിക്കൂടെ? അരങ്ങ് പറഞ്ഞ വേദി അല്ലെ, സ്റ്റേജ് എന്നൊക്കെയാണ് അർത്ഥം. വേദി, രംഗം എന്നൊക്കെയാണ്. അപ്പൊ നാടകത്തിന് വേണ്ടി സ്റ്റേജ് ഒരുങ്ങി, അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി സ്റ്റേജ് ഒരുങ്ങി എഴുതാം. നാടകം, വേദി, ഒരുങ്ങി. നാടകം എഴുതിക്കോ. കച്ച കെട്ടി ഇറങ്ങുക. എന്താണ് അങ്ങനെ പറഞ്ഞാല്? കച്ച കെട്ടി ഇറങ്ങുക പറഞ്ഞാല് ഒന്നിനെ ഉറപ്പിച്ചിട്ട്, തീരുമാനത്തില് നമ്മൾ ഉറച്ചിട്ട് ഇറങ്ങൂലേ, കച്ച കെട്ടി ഇറങ്ങുക എന്ന് പറയും. അപ്പൊ എന്താ എഴുതുന്നേ? എന്തെങ്കിലും ഉണ്ടോ പറയാൻ? അതായത് എന്താ എഴുതണ്ടേ? ഞാൻ എങ്ങനെ? എന്താണ് ഷോനെ? ഇല്ലേ, ഒന്നുമില്ലേ? പറഞ്ഞോ. ഇങ്ങനെ എഴുതുക. എന്ത്? ഞാൻ SSLC എക്സാമിന് ഫുൾ A+ നേടുമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങി എഴുതാം. അതായത് എന്ത് വന്നാലും ഞാനത് നേടിയെടുക്കും എന്ന ഉള്ള അർത്ഥമാണ്. Can you hear me? ശരിയായോ? ഓക്കെ, എന്താ ഞാൻ പറഞ്ഞു? രണ്ടാമത് പറഞ്ഞ് മനസ്സിലായോ? SSLCക്ക് ഞാൻ ഫുൾ A+ നേടുമെന്ന് തീരുമാനിച്ച് ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്തു? കച്ച കെട്ടി ഇറങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനത് നേടിയെടുക്കുന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് കച്ച കെട്ടി ഇറങ്ങുക പറഞ്ഞ. അടുത്ത എന്താ? പരസ്പര പൂരകം. എന്താ? പരസ്പര പൂരകമായി വർത്തിക്കുക പറഞ്ഞ എന്താ അർത്ഥം? പൂരകം എന്ന് പറഞ്ഞാല് പൂരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒന്നിന് പകരമായി എന്താ പറയാ? പരസ്പര പൂരകത്തിന് എന്താ ഒരു വാക്യം പറയ ഇപ്പൊ? അതിന്റെ അർത്ഥം എന്താ മിസ്സേ? പൂരകം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക, പരസ്പരം എന്ന് പറഞ്ഞാൽ അന്യോന്യം. നിങ്ങൾക്കറിയാലോ, പൂരകം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുന്നത്.
ഇപ്പൊ പരസ്പരം എന്ന് പറഞ്ഞാലോ അന്യോന്യം, തമ്മിൽ തമ്മിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇതിൽ തന്നെയുണ്ട് ഒരു വേർഡ് അല്ലേ, എന്താണ്? രണ്ടുപേർ പരസ്പരം ആ, അത് എഴുതിയാ മതി. ഈ ടെക്സ്റ്റിലില്ലേ ഒരു പരസ്പര പൂരകം, അത് എഴുതിക്കോ, എന്നാ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു മനസ്സിലാവാൻ എളുപ്പമുണ്ട്. എവിടെയാ പരസ്പര പൂരകമായി? ഇപ്പൊ കമ്പ്യൂട്ടറിന് എന്താ പറയാ, ഇവിടെ എവിടെയാ അത്? കാണുന്നുണ്ടോ? ആരെങ്കിലും കണ്ടോ? ഇവിടെ പരസ്പര പൂരകം ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലേ. പരസ്പര പൂരകം അത് മിസ് എഴുതി തരാം എന്നാല് കേട്ടോ. 3 എഴുതിത്തരാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ. ഓക്കെ, ചെറിയൊരു ഒരു കുറച്ചും കൂടി ഒരു വൃത്തിയിൽ പറയണ്ടേ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതുന്നോ അല്ല ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഇപ്പൊ പറ്റില്ലേ? അങ്ങനെ എഴുതാൻ പറ്റില്ലേ? അതും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. 3 കുറച്ചും കൂടി ഒന്ന് ക്ലിയറിൽ. ഓക്കെ, ഇനി ഉത്തരം എഴുതുകയിൽ ഒന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശാസ്ത്ര ഭാഷയിൽ സിസ്റ്റം എന്നാൽ എന്ത്? എന്താണ് സിസ്റ്റം? കമ്പ്യൂട്ടർ. പദാർത്ഥങ്ങളെ അകത്തേക്ക് സ്വീകരിച്ച് മറ്റേതെങ്കിലും രൂപത്തിൽ പുറത്തേക്ക് വിടുന്ന എന്തിനെയാണ് ശാസ്ത്ര ഭാഷയിൽ എന്ത് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. അത് ശരിക്കും മാർക്ക് ചെയ്തോ. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ആൻസർ അതാണ്. പദാർത്ഥങ്ങളെ അകത്തേക്ക് സ്വീകരിച്ച് മറ്റേതെങ്കിലും രൂപത്തിൽ പുറത്തേക്ക് വിടുന്ന എന്തിനേയും ശാസ്ത്ര ഭാഷയിൽ സിസ്റ്റം എന്ന് പറയുന്നു. എഴുതാൻ പറ്റുമല്ലോ? ഓ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ ശരീരം മഹത്തായ ഒരു സിസ്റ്റം ആണെന്ന് പറയാൻ കാരണം എന്ത്? എവിടെയാ അതിന്റെ ആൻസർ മക്കളെ? ഓരോന്നും അണ്ടർലൈൻ പേജ് നമ്പർ 18 തേർഡ് പാരഗ്രാഫ്. നമ്മുടെ ശരീരത്തെ മഹത്തായ എങ്ങനെ എഴുതണം? അതിന്റെ ആൻസർ എങ്ങനെ എഴുതണം? നിരവധി ആഹാര പദങ്ങളെയും. അവിടുന്ന് മുതൽ മതി. ക്ലിയർ അല്ലേ? ഓക്സിജനെയും മാർക്ക് ചെയ്ത് വെക്ക്. നിരവധി ആഹാര പദാർത്ഥങ്ങളെയും ഓക്സിജനെയും മറ്റും സ്വീകരിച്ച് ശരീരത്തിന് ആവശ്യമായ രക്തവും മറ്റു ധാതുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന സങ്കീർണമായ ഒരു സിസ്റ്റമാണ് ഇത്, നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് എന്ത്, നമ്മുടെ ശരീരം മഹത്തായ ഒരു സിസ്റ്റമാണ്. അങ്ങനെ എഴുതിയാലും മതി. അതുകൊണ്ടാണെന്ന് പറയണമെന്നില്ല. പദാർത്ഥങ്ങളെ അകത്തേക്ക് എന്നാണ് അല്ല, നിരവധി ആഹാര പദാർത്ഥങ്ങളെയും ഓക്സിജനെയും മറ്റും സ്വീകരിച്ച് ശരീരത്തിന് ആവശ്യമായ രക്തവും മറ്റു ധാതുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന സങ്കീർണമായ ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യന് ആൻസർ അതാണ്. അപ്പൊ 1ഉം 2ഉം ക്ലിയർ ആയല്ലോ മക്കളെ? യെസ്. ആൻമരിയ ക്ലിയർ അല്ലേ? മാർക്ക് ചെയ്തില്ലേ? ആ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം എന്തെന്ന് വ്യക്തമാക്കുക. എവിടെയത്? സംഖ്യകൾ, വാക്കുകൾ, ആശയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെ വിശകലനം ചെയ്ത് അവിടുന്ന് മുതൽ എഴുതിയാൽ സിസ്റ്റങ്ങളെ ആണ് പൊതുവെ. അതാണ് ഡാറ്റ പ്രോസസ്സിംഗ്. അതായത് 19 പേജ് നമ്പർ 19 ഏറ്റവും മുകളിൽ അല്ലെ? എപ്പോ എവിടെയാ? സംഖ്യകൾ, വാക്കുകൾ, ആശയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെ വിശകലനം ചെയ്ത് പൂർണ്ണ വിവരങ്ങൾ നൽകുന്ന സിസ്റ്റങ്ങൾക്ക് പൊതുവായി പറയുന്നതാണ് എന്ത്? ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് അല്ലെ? അങ്ങനെ എഴുതണം. ഓക്കെ അല്ലേ ഇജാസ്? ഇനി നെക്സ്റ്റ് എന്താ? കമ്പ്യൂട്ടർ എന്നാൽ എന്ത്? എന്താണ് കമ്പ്യൂട്ടർ? എങ്ങനെ എഴുതണം കമ്പ്യൂട്ടർ എന്നാൽ എന്തെന്ന്? എന്താണ് കമ്പ്യൂട്ടർ എന്നാല്? ഇവിടുന്ന് എല്ലാം അത് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതണ്ടേ? വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രമാണ് എന്ത്? കമ്പ്യൂട്ടർ അല്ലേ? അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ കമ്പ്യൂട്ടർ എന്നാൽ എന്ത്. വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രമാണ് കമ്പ്യൂട്ടർ. വെറും അത് എവിടെയൊന്നും ഇല്ല. അത് ഏകദേശം നിങ്ങൾ എങ്ങനെ എഴുതണം, എങ്ങനെ അതിലില്ല, പ്രത്യേകിച്ചില്ല. ഇതിലുള്ളത് കണക്ക് കൂട്ടുന്ന യന്ത്രം മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നുണ്ട് എവിടെ? 19ാമത്തെ പേജിൽ തന്നെ 2ാമത്തെ പാരഗ്രാഫ് പറയുന്നുണ്ട് എന്ത്? 2 പ്രത്യേകത ഉണ്ടെന്ന്. എന്തൊക്കെ? വേഗതയും
തെറ്റധികം വരാത്ത ഇതും അല്ലെ? മനുഷ്യന് തെറ്റുപറ്റാനുള്ള സാധ്യത ചോദ്യം വരുന്നുണ്ട്. ഏ അതിന്റെ ചോദ്യം വരുന്നുണ്ട്. എന്താണ് ചോദ്യം വരുന്നുണ്ട്. അത് വേറെയും ചോദ്യം. അടുത്ത ചോദ്യം അതാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ തന്നെ എഴുതിക്കോ. കമ്പ്യൂട്ടർ എന്നാൽ എന്ത്? വെറും കണക്കൂട്ടുന്ന യന്ത്രം എഴുതുമ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ എത്തില്ല. കുറച്ചും കൂടി ഒരു എങ്ങനെ എഴുതണം? വളരെ വേഗത്തിലും കൃത്യതയോടും കൂടി കണക്കൂട്ടുന്ന ഒരു യന്ത്രമാണ് കമ്പ്യൂട്ടർ. ഓക്കെ അല്ലേ? അത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഏകദേശം അത് തന്നെയാ വരുന്നത് നിങ്ങൾ പറഞ്ഞത്. 5ാമത്തെ, കമ്പ്യൂട്ടറിനെ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്ത്? അതാ 2 എന്തൊക്കെ? അത്ഭുതകരമായ വേഗതയും പിന്നെയോ ഏറ്റവും കുറച്ചു മാത്രം തെറ്റുപറ്റാനുള്ള സാധ്യതയുമാണ് അല്ലെ മനുഷ്യനെ കമ്പ്യൂട്ടറിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ആ ക്വസ്റ്റ്യനും കൂടെ കൂട്ടി അങ്ങ് എഴുതണം ഒരു ആൻസർ ആയിട്ട്. അതായത് എന്താ എഴുതുക നിങ്ങള്? അതിന്റെ കമ്പ്യൂട്ടറിന്റെ അത്ഭുതകരമായ വേഗതയും തെറ്റുപറ്റാനുള്ള വളരെ കുറച്ചു മാത്രം തെറ്റുപറ്റാനുള്ള സാധ്യതയുമാണ് മനുഷ്യനെ കമ്പ്യൂട്ടറിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അല്ലേ? 4th 1 അല്ലാതെ എഴുതിയാ പോരെ? എങ്ങനെ? 4th ക്വസ്റ്റ്യൻ ആൻസർ അല്ലാതെ മിസ് പറഞ്ഞതുപോലെ ഏറ്റവും വേഗത. അങ്ങനെ എഴുതിക്കോ. കമ്പ്യൂട്ടർ എന്നാൽ എന്ത്? വളരെ കൃത്യതയോടും വളരെ വേഗതയിലും കൃത്യതയോടും കൂടി ചെയ്യുന്ന കണക്കുകൂട്ടുന്ന ഒരു യന്ത്രമാണ് എന്ത്? കമ്പ്യൂട്ടർ. പിന്നത്തേൽ എഴുതുക എന്ത്? കമ്പ്യൂട്ടറിന്റെ അത്ഭുതകരമായ വേഗതയും തെറ്റുപറ്റാനുള്ള സാധ്യത കുറവുമാണ് മനുഷ്യനെ കമ്പ്യൂട്ടറിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ട പോലെ തന്നെയാണ് ഇപ്പൊ മിസ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി എന്താ 6ാമത്തെ നോക്കിയേ. കണക്ക് കൂട്ടുന്ന യന്ത്രം മനുഷ്യൻ സ്വപ്നം കാണാൻ തുടങ്ങിയത് എന്നു മുതൽക്ക്? കൃത്യമായിട്ട് അതിന്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. 19ാമത്തെ പേജില് എത്രാമത്തെ പാരഗ്രാഫ്? 1 2 3 4. മനുഷ്യന്റെ ജീവിതത്തിൽ അത് തന്നെ. ഓക്കെ, മനുഷ്യന്റെ ജീവിതത്തിൽ കണക്കിന് കൂടുതൽ പ്രാധാന്യം കൈവന്നതോടുകൂടിയാണ് കണക്ക് കൂട്ടുന്ന യന്ത്രത്തെ കുറിച്ച് മനുഷ്യൻ സ്വപ്നം കാണാൻ തുടങ്ങിയത്. അവൻ എന്നുള്ളത് മനുഷ്യൻ എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യനെ ഒരു ആൻസർ ആയിട്ട് തന്നെ എഴുതണം. അപ്പൊ മനസ്സിലായില്ലേ? മനുഷ്യന്റെ ജീവിതത്തിൽ കണക്കിന് കൂടുതൽ പ്രാധാന്യം കൈവന്നതോടെയാണ് കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രത്തെ കുറിച്ച് മനുഷ്യൻ സ്വപ്നം കാണാൻ തുടങ്ങിയത്. അലൻ കേൾക്കുന്നുണ്ടോ? അലൻ ജോസഫ്? നെറ്റ് സ്റ്റക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തത് എന്താ? കമ്പ്യൂട്ടറിന്റെ ചരിത്രം സംഗ്രഹിച്ച് എഴുതുക. എങ്ങനെ എഴുതും? എന്താ ചിരി വന്നേ രണ്ടുപേർക്കും? ഷോണേ, ആൻമരിയ, എന്ത് പറ്റി? കമ്പ്യൂട്ടറിന്റെ ചരിത്രം എങ്ങനെ എഴുതും വിചാരിച്ചിട്ടാ? അതെയാ? എങ്ങനെ എഴുതും? എല്ലായിടത്തും എഴുതാനുണ്ട്. അത് ഇങ്ങനെ എഴുതാൻ ഇംഗ്ലീഷുകാരനായ ചാൾസ് ബബാഷ് ആദ്യത്തെ കമ്പ്യൂട്ടർ പുറത്തിറക്കി. അതിനു മുന്നേ എങ്ങനെ എഴുതണം? കമ്പ്യൂട്ടറിന്റെ ചുരുക്കി എഴുതുമ്പോ എങ്ങനെ എഴുതണം? ചരിത്രം എഴുതുമ്പം മനുഷ്യന്റെ ജീവിതത്തിൽ കണക്കിന് കൂടുതൽ പ്രാധാന്യം കൈവന്നതോടുകൂടിയല്ലേ നമുക്ക് കമ്പ്യൂട്ടർ വേണം തോന്നിയത്. എന്നിട്ടോ അതന്നെ നീ പറഞ്ഞ എവിടെ മുതല് നവോത്ഥാന കാലത്തെ അത് എഴുതി പാസ്കലിന്റെ പേര് എഴുതുക. ബ്ലേസ് പാസ്കലിൻ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച പാസ്കലിൻ എന്ന കണക്കൂട്ടൽ യന്ത്രമാണിത്. ഏതാനും പൽചക്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ഈ യന്ത്രം വിഷമം പിടിച്ച കണക്കുകൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പാസ്കലിനെ സഹായിച്ചു. പിന്നെയോ അടുത്തത് എഴുതുക. അടുത്ത പാരഗ്രാഫിന് കുറച്ച് ലൈൻസ് അല്ലേ? പിന്നെയോ ഏത്? പാസ്കലിന്റെ യന്ത്രത്തെ പരിഷ്കരിക്കാനുള്ള ശ്രമമായി. പിന്നെ പലരും ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയാലും മഴക്കാലത്ത് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഒടുവിൽ എപ്പോ 1801 ജാക്വാഡ് എന്ന ഫ്രഞ്ചുകാരൻ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ് നടത്തി. തന്റെ യന്ത്രത്തറികളിലെ നൂലുകളുടെ എണ്ണം കണക്കാക്കുന്ന അദ്ദേഹം ഒരു യന്ത്രം നിർമ്മിച്ചു. പ്രത്യേക രീതിയിൽ തുളകൾ വീഴ്ത്തിയ കാർഡുകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്ത് എഴുതണം? അടുത്തതാണ് എഴുതേണ്ടത് എന്ത്? 1801
33 ഇംഗ്ലീഷുകാരനായ ചാൾസ് ബാബേജ് ആദ്യത്തെ കമ്പ്യൂട്ടർ പുറത്തിറക്കി. പക്ഷെ അതിന്റെ പേരെന്തായിരുന്നു? കമ്പ്യൂട്ടർ എന്നായിരുന്നില്ല അല്ലെ, എന്തായിരുന്നു? അനലിറ്റിക്കൽ എഞ്ചിൻ എന്നായിരുന്നു അതിന്റെ പേര് അല്ലെ. പിന്നീട് കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു ജീവിതം എന്താണ് അതൊക്കെ എഴുതുക. 44 രംഗത്ത് വന്ന ആര്? അമേരിക്ക ഹാർവാർഡ് സർവകലാശാലയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് അല്ലെ. അതൊക്കെ എഴുതുമ്പോ കമ്പ്യൂട്ടറിന്റെ ഞാൻ കുഴപ്പമില്ല, കഴിച്ചു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ മക്കളെ, ക്ലിയർ ആയോ? ഏകദേശം അത് വെച്ചിട്ട് അവസാനം കമ്പ്യൂട്ടറിൽ എത്തിയത് എഴുതുക അല്ലേ. അലനെ ഒന്നും മനസ്സിലായില്ലേ അലൻ? ഓക്കെ, അലനെ ഒന്ന് ഈ ക്ലാസ് കേട്ടാൽ മതി കേട്ടോ, നിനക്ക് മനസ്സിലാവും ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ നെക്സ്റ്റ് എന്താ വരുന്നത് മക്കളെ? കമ്പ്യൂട്ടറിന്റെ സേവനം ഇന്ന് ഏതെല്ലാം രംഗങ്ങളിലാണ് ഉപയോഗപ്പെടുത്തുന്നത്? കമ്പ്യൂട്ടറിന്റെ ചിത്രങ്ങൾ മെനഞ്ഞെടുക്കുക, പാട്ട് കേൾപ്പിക്കുക, സിനിമ കേൾപ്പിക്കുക. അതുകൂടാതെ പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ അതാ ബഹിരാകാശ ഗവേഷണം, അച്ചടി, വ്യവസായം, കടൽ വ്യോമഗതാഗതം, വിദ്യുത് ശക്തി ഉൽപാദനം അല്ലെ തുടങ്ങിയ എത്ര രംഗങ്ങളിൽ കമ്പ്യൂട്ടർ സേവനമനുഷ്ഠിക്കുന്നു. പിന്നെയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾ സമുദ്രാന്തര കേബിളുകൾ വഴിയും പിന്നെയോ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ വഴിയും കോർത്തിണക്കിയിട്ടുള്ള ഒരു ശൃംഖലയാണ് ഇന്റർനെറ്റ്. വാർത്താവിനിമയ രംഗത്ത് ഇന്റർനെറ്റും അതുവഴിയുള്ള കത്തയപ്പ് സമ്പ്രദായമായ ഇമെയിലും ഇന്ന് വളരെ പ്രാധാന്യം നേടിയിരിക്കുന്നു. അതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ 2 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയല്ലേ പാരഗ്രാഫ് ഇതെല്ലാം വായിച്ച് എഴുതേണ്ടത്. നിങ്ങൾക്ക് ആദ്യം നമുക്ക് സാധാരണ ഒരു എക്സാം വരുമ്പോ എങ്ങനെയാ, ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ ഉണ്ടാവാറില്ലേ നമുക്ക് എക്സാമിന്? അപ്പൊ ഇതുപോലെ നിങ്ങൾ വായിച്ചിട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്ക് കേട്ടോ. എനിക്ക് എനക്ക് ഇട്ട് തരണേ, ആൻസർ എഴുതി ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ ബാക്കിയത്തെ പ്രയോഗിക്കാൻ ഞാൻ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, പിന്നെ അനുബന്ധ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. എന്താ ശ്രദ്ധിച്ചു നോക്കിയേ. വിവിധ തരം കമ്പ്യൂട്ടറുകൾ, കമ്പ്യൂട്ടർ സമജ്ഞകൾ, പിന്നെയോ കമ്പ്യൂട്ടർ ഭാഷകൾ, കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഇന്റർനെറ്റ്, ഇമെയിൽ, വെബ്സൈറ്റ് എന്നിവ സംബന്ധിച്ച പത്ര റിപ്പോർട്ടുകൾ വെട്ടിയെടുത്ത് സൂക്ഷിക്കുക. 1. വല്ലതും മെനക്കെട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ ലെസൺ പ്ലാനിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളോട് അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ സംബന്ധമായ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കുക. വായിക്കാറുണ്ടോ? വേറെ എന്തെങ്കിലും നോവൽ ഞാൻ വായിക്കാറും കൂടി ഇല്ല, പിന്നെ ഇടാം അല്ലെ. കമ്പ്യൂട്ടർ സെന്ററുകൾ സന്ദർശിച്ച് അവയുടെ പ്രവർത്തനം നിരീക്ഷിക്കുക. അതറിയാം അല്ലെ, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം കുറച്ച് അറിയായിരിക്കും ഇല്ലേ? അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഭംഗിയായി ചെയ്യണം. ഓക്കെ, ആ ഒരു പാഠം ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക്. ഏത്? കമ്പ്യൂട്ടർ പ്രപഞ്ചം. ഇപ്പൊ കമ്പ്യൂട്ടറുകളെ പഠിച്ചു, സിസ്റ്റം എന്നാൽ എന്ത് പഠിച്ചു, ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം പഠിച്ചു, നമ്മുടെ ശരീരം ഒരു സിസ്റ്റം ആണെന്ന് പറയുന്നത് എന്തുകൊണ്ട് പഠിച്ചു, പിന്നെയോ കമ്പ്യൂട്ടറിന്റെ മൊത്തം കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. എല്ലാവരും ചെയ്തു തരണം. അലനോട് ഞാൻ ചോദിച്ചത് കൊണ്ട് അലൻ പോവുകയും ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ബാക്ക് വശത്ത് നമുക്ക് കുറച്ച് ഗ്രാമർ പോർഷൻ ഉണ്ട്. ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ? നമ്മുടെ എക്സാമിന് വേണ്ടി നമുക്ക് കുറച്ച് ഗ്രാമറും കൂടി പഠിക്കണം. അടുത്ത മാസം ആദ്യമായേ നമ്മുടെ എക്സാം, സെമസ്റ്റർ എക്സാം. ഓക്കെ, അപ്പൊ നമുക്ക് റിട്ടൺ എക്സാം ആണ്, അതുകൊണ്ട് എല്ലാവരും നന്നായി എഴുതിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ലാസ്റ്റ് പോർഷൻ നോക്കിയേ, ഗ്രാമർ. ആദ്യം നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് അറിയോ? സന്ധി അല്ലെ. സന്ധി എന്നാൽ എന്ത്, എത്ര തരം സന്ധികളുണ്ട്, അത് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് സന്ധി വരുന്നത്? ചെറിയ ക്ലാസ്സിൽ നമ്മൾ സന്ധി ഇങ്ങനെ കൂട്ടി എഴുതാൻ മാത്രം പഠിച്ചതേ ഉള്ളൂ അല്ലെ. പിരിച്ചെഴുതുകയും ചേർത്ത് എഴുതുകയും മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. എങ്ങനെയാണ് ഇതിന്റെ നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ.
അത് ദ്വിത്വസന്ധിയാണ്, അത് ലോപസന്ധിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് സന്ധി വരുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സന്ധി, ഫസ്റ്റ് വൺ സന്ധി. അപ്പൊ അതില് ഒന്നാമത്തെ നോക്കാം. സന്ധിയെ കുറിച്ച് സാമാന്യമായി മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു അല്പം കൂടി വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട ഒരിനമാണ് മലയാളത്തിലെ സന്ധി എന്നത്, അല്ലെ? കുറച്ചും കൂടി നിങ്ങളെ 8th സ്റ്റാൻഡേർഡിലൊക്കെ കിട്ടി. അപ്പൊ കുറച്ചുകൂടി എന്താണ് സന്ധി, എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അതില് എന്താണ് സന്ധി എന്നാണ് പറയുന്നത്. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്ന് പറയുന്നത്, അല്ലെ? എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്, അല്ലെ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിനുണ്ടാവുന്ന മാറ്റം, അതാണ് സന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഉച്ചാരണ സൗകര്യമാണ് സന്ധി വികാസത്തിന് പ്രധാന കാരണം. അപൂർവം ചിലപ്പോൾ അത് വ്യാകരണത്തിന്റെ ഭാഗമായി അർത്ഥഭേദത്തെയും പദബന്ധത്തെയും ബാധിക്കും, അല്ലെ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു? സന്ധി എന്നാൽ എന്ത്, എത്ര തരം സന്ധികൾ ഉണ്ട് അടുത്തിൽ പറയുന്നു. അപ്പൊ സന്ധി എന്നാൽ എന്ത്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, അല്ലെങ്കിൽ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? എങ്ങനെയാണ് വർണ്ണങ്ങൾ ചേരുക നോക്കാം, അല്ലെ? അടുത്തത്. അപ്പൊ എത്ര തരം സന്ധികളുണ്ട്? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. എത്ര തരം സന്ധികള്? 4, അല്ലെ? ഏതൊക്കെയാണ്? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. സന്ധി എന്നാൽ എന്ത്? എത്ര തരം സന്ധികളുണ്ട്? ഇപ്പോ സന്ധി എന്നാല് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. 4 തരം സന്ധികളുണ്ട്. ഏതൊക്കെ? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനി ചേർത്തെഴുതുകയും പിരിച്ചെഴുതുകയും ചെയ്യുമ്പോൾ ചെയ്യുന്നതിനുള്ള നിയമം അനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലേ? ഇനി അപ്പൊ ഒന്നാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടി കുറച്ചുകൂടി ഉള്ള വായിക്കാം മിസ്. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉച്ചാരണ സൗകര്യമാണ് സന്ധി വികാരത്തിന് പ്രധാന കാരണം. അപൂർവം ചിലപ്പോൾ അത് വ്യാകരണത്തിന്റെ ഭാഗമായി അർത്ഥഭേദത്തെയും പദബന്ധത്തെയും ബാധിക്കും. വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? സ്വരം, വ്യഞ്ജനം എന്ന് 2 തരം. വർണ്ണങ്ങൾ എന്തൊക്കെയാണ്? സ്വരം, വ്യഞ്ജനം. അതറിയാലോ. വർണ്ണങ്ങൾ ഏതൊക്കെയാണ് മലയാളത്തില്? സ്വരങ്ങളുണ്ട്, വ്യഞ്ജനങ്ങളുണ്ട്, ചില്ലക്ഷരങ്ങളുണ്ട്. അതൊക്കെ അറിയാലോ. ഇപ്പൊ അവിടെ പറയുന്നില്ല കേട്ടോ. സന്ധിയില് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് വർണ്ണങ്ങള്? സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, പിന്നെ എന്തുണ്ട്? കൂട്ടക്ഷരങ്ങള്, പിന്നെ ചിഹ്നങ്ങള്. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. അതില് എന്താ ഇവിടെ പറയുന്നേ? വർണ്ണങ്ങൾ സ്വരം, വ്യഞ്ജനം എന്ന് 2 തരം. ഇവ തമ്മിൽ സ്വരം പ്ലസ് സ്വരം, സ്വരവും സ്വരവും തമ്മിൽ ആഡ് ചെയ്യുമ്പോ, പിന്നെ വ്യഞ്ജനം പ്ലസ് സ്വരം, ഒരു വ്യഞ്ജനവും ഒരു സ്വരവും തമ്മിൽ ആഡ് ചെയ്യുമ്പോ, നെക്സ്റ്റ് എന്താ? സ്വരം പ്ലസ് വ്യഞ്ജനം, ഒരു സ്വരവും ഒരു വ്യഞ്ജനവും തമ്മിൽ ആഡ് ചെയ്യുമ്പോ, പിന്നെയോ വ്യഞ്ജനം പ്ലസ് വ്യഞ്ജനം. മനസ്സിലായോ? അതൊന്നും ചിന്തിക്കാനില്ല. 1-2 സ്വരങ്ങള്, ഒന്ന് ഒരു വ്യഞ്ജനവും ഒരു സ്വരവും, ഒന്ന് ഒരു സ്വരവും ഒരു വ്യഞ്ജനവും, പിന്നെ 2 വ്യഞ്ജനങ്ങൾ, അല്ലെ? അങ്ങനെയാണ് കൂട്ടുന്നത്. അപ്പോ 4 തരത്തിൽ ഇത് 4 തരത്തിൽ ബന്ധപ്പെടാം. പിന്നെയോ വ്യഞ്ജനവും സ്വരവും തമ്മിൽ ചേർന്നാൽ സാധാരണഗതിയിൽ അവ ഒന്നിക്കുക മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ എന്താ പറയുന്ന നോക്കിയേ. അവൻ പ്ലസ് അല്ല എങ്ങനെ വരും? അതിനൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ അവനല്ല, അല്ലെ? അവൻ പ്ലസ് അല്ല എന്നുള്ളത് എങ്ങനെയാ? അവനല്ല. ചേല് പ്ലസ് ഇല്ല, ചേലില്ല. അപ്പൊ എങ്ങനെയാ അവിടെ? ഒരു സ്വരവും ഒരു വ്യഞ്ജനവും ഒരു സ്വരവുമാണ് അല്ലെ ചേരുന്നത്. അടുത്തെന്താ? വർണ്ണമാറ്റം വരില്ല എന്ന് പറയുന്നത്. സ്വരങ്ങൾ അടുത്തടുത്ത് വന്നാൽ ഉച്ചരിക്കുക പ്രയാസമാണ്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഒന്നുകിൽ ഒരു സ്വരം ലോപിക്കും, അല്ലെങ്കിൽ അവയ്ക്കിടയ്ക്ക് ഒരു വ്യഞ്ജനം ചേർക്കും, അല്ലേ? മനസ്സിലായല്ലോ അത്. ഇനി അടുത്തയാണ് പറയുന്നത്. ഓരോന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ലോപസന്ധ്യ പറയുന്നത് 2 സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നതാണ്
ലോപസന്ധി. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കണ്ടു പ്ലസ് ഇല്ല കണ്ടില്ല. പിന്നെ ലോപസന്ധിക്ക് എങ്ങനെ പറയോ നിങ്ങള്? അത് കുഴപ്പമില്ല. കണ്ട് പ്ലസ് ഇല്ല, അവിടെ ഒന്ന് ലോപിക്കുന്നുണ്ട്. അതുപോലെ വീട് പ്ലസ് ഉണ്ട്, വീടുണ്ട് അല്ലെ. പിന്നെ ചെയ്തു ഇല്ല. ആ ഇല്ല. ആണ്ട് പ്ലസ് അറുതി, ആണ്ടറുതി അല്ലെ. അപ്പൊ എന്താ പോന്നെ? ആ പോയിട്ട് ഒരു ഉണ്ടാ വരുവല്ലേ അവിടെ. അപ്പൊ ലോപിക്കുക, അതായത് ഒന്ന് ലോപിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ അത്? അപ്പൊ എന്താണ് ലോപസന്ധി നോക്കണം. രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നതാണ് ലോപസന്ധി. രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കും, ഇല്ലാതെയാവും. ലോപിക്കുക പറഞ്ഞാൽ കുറയുക അല്ലെ. കുറയുന്നതിനാണ് എന്ത്? ലോപസന്ധി എന്ന് പറയുന്നത്. അടുത്ത എന്താ? ഉദാഹരണം കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. നെക്സ്റ്റ്, രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്കൊരു വ്യഞ്ജനം ആഗമിക്കുന്നത് എന്ത്? ആഗമസന്ധി. ആഗമിക്കുക, വരുക അല്ലെ. ആഗമിക്കുക പറഞ്ഞാൽ വരുക, ഒരു അക്ഷരം വരും. അപ്പൊ എന്താവും? ആഗമസന്ധി. എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. എന്ത്? തിരു പ്ലസ് ഓണം, തിരുവോണം. വാ വന്നു അല്ലെ. ഓ പോയി അവിടെ വായ വന്നത്. സ്വരം പോയി അവിടെ വ്യഞ്ജനം വന്നു. ഓക്കെ, അപ്പൊ രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്ക് ഒരു വ്യഞ്ജനം ആഗമിക്കുന്നത് ആഗമസന്ധി. ഒന്നുമില്ല, ഒന്ന് ലോപിക്കുന്നത്, മറ്റേത് ആഗമിക്കുന്നത്. അപ്പൊ ലോപസന്ധി, ആഗമസന്ധി. അടുത്ത എന്താ പറയുന്നത്? വ്യഞ്ജനങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി അവയിൽ ഒന്ന് മറ്റൊന്നായി മാറ്റും. ഇത് ആദേശസന്ധി. വ്യഞ്ജനങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി അവയിൽ ഒന്ന് മറ്റൊന്നായി മാറ്റും. ഇതാണ് എന്ത്? ആദേശസന്ധി. അപ്പോ ലോപസന്ധി ലോപിക്കുന്നത്, ആഗമസന്ധി വരുന്നത് അല്ലെ. ആഗമസന്ധി ആഗമിക്കുന്നത്. അടുത്തെന്താ? രണ്ടെണ്ണം ചേരുമ്പോ അവയിൽ ഒന്ന് മാറ്റാനായി മറ്റൊന്ന് മാറ്റും അല്ലെ. സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവയിൽ ഒന്ന് മറ്റൊന്നായി മാറ്റും. അതാണ് ആദേശസന്ധി. ആദേശസന്ധി. അപ്പൊ നിങ്ങളൊന്ന് നല്ലപോലെ വായിക്കുമ്പോ മനസ്സിലാവും കേട്ടോ. ഒന്നുമില്ല. അടുത്ത ഉദാഹരണം പൊൻ പ്ലസ് കുട എങ്ങനെയാ വരുന്നത്? പൊൽ. നെൻ പ്ലസ് മണി, നെൽമണി എഴുതാ, നെൽമണി അല്ലേ. മിസ് പൊൻ പ്ലസ് കുടം പൊൻകുട അല്ലേ? പൊൽക്കുടന്ന് ആദേശസന്ധിയിൽ എഴുതേണ്ടത് അങ്ങനെയാ വരേണ്ടത്. നെൻ പ്ലസ് മണി, നെന്മണി എന്നല്ല അമ്മ എഴുതുന്നത്. ചിലപ്പോ നെന്മണിയല്ല, നെൽമണി, നെല്ലിന്റെ മണി അല്ലേ. ഇല്ല വരണം. പൊൽക്കുടം. മനസ്സിലായോ? ഉദാഹരണം. ഇനി ഉച്ചാരണ സ്ഥാനങ്ങൾ കുറച്ചുകൂടി അടുത്ത് കിട്ടി എന്നതാണ് ഇതുകൊണ്ടുണ്ടായ ലാഭം. മറ്റേത് എഴുതാൻ തെറ്റില്ല, പക്ഷെ ഇതാണ് കുറച്ചുകൂടി അടുത്ത് കിട്ടി എന്നാണ് പറയുന്നത്. ഇനി ഉച്ചാരണ സ്ഥാനങ്ങൾ കുറച്ചുകൂടി അടുത്ത് കിട്ടി. ഇനി അടുത്തെന്താ പറയുന്നത്? സ്വരവും ദൃഢവ്യഞ്ജനവും തമ്മിൽ സന്ധിക്കുമ്പോൾ ദൃഢവ്യഞ്ജനം ഇരട്ടിക്കുന്നു. ഇത് ദ്വിത്വസന്ധി. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത്? എപ്പോഴും ഉണ്ടാവലുണ്ട്. എന്ത്? നീലത്തിമിംഗലം. കണ്ടോ? ഇത്ത. നീല പ്ലസ് തിമിംഗലം, നീലത്തിമിംഗലം. താ ഇരട്ടിച്ചു. അതാണ് ദ്വിത്വസന്ധി. ദ്വിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടിക്കുക. അതിൽ തന്നെ ഉണ്ട്, പേരിൽ തന്നെ. ഇനി ഇരട്ടിപ്പ് കൊണ്ട് മുൻ നിൽക്കുന്ന നീല വിശേഷണമാണ് ഉറപ്പാക്കപ്പെടുന്നു അല്ലെ. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? അപ്പൊ 4 ഏതൊക്കെ? ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ഇനി സമൃദ്ധോകാരത്തിൽ അവസാനിക്കുന്ന ട്, റ് എന്നീ വ്യഞ്ജനങ്ങൾക്ക് പകരമായി സ്വരം വന്നാൽ ആ, ട്, റ് എന്നിവ ഇരട്ടിക്കും. ഉദാഹരണം കാട് പ്ലസ് ആന, കാട്ടാന. ഉദാഹരണം ഉണ്ട് അവിടെ തന്നിട്ടുണ്ട്. കാട് പ്ലസ് ആന, കാട്ടാന. അടുത്തത് വീട് പ്ലസ് ആവശ്യം, വീട്ടാവശ്യം. വന്നു. ചേറ് പ്ലസ് ചേറ്റിൽ. ആറ് പ്ലസ് അരികെ, ആറ്റരികെ. ഇനി ഓരോന്നിന്റെയും പ്രത്യേകത നോക്കാം. ലോപസന്ധിയുടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഓരോന്നിന്റെ പ്രത്യേകത. ഇത് 3 തരത്തിലാണ് പ്രവർത്തിക്കുക. നിത്യലോപം ഒന്ന് അല്ലെ. നിത്യലോപം എങ്ങനെയാ? ഓക്കെ, നിത്യലോപം നിത്യലോപം, വികല്പലോപം, പിന്നെയോ അടുത്തെന്താ? സ്വരങ്ങൾ ചേർക്കുമ്പോൾ ലോപിക്കാത്ത അവസ്ഥയും. ഓക്കെ, ഒന്നതും.
അങ്ങനെ 3. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഇരട്ടിക്കുന്നത് ഇത്ത വരുന്നതും ഇട്ട വരുന്നതും ഒക്കെ നിത്യലോപം അല്ലേ. ഇത് 3 തരത്തിലാണ് പ്രവർത്തിക്കുക. അതിൽ ഒന്നാമത്തത് സ്വരം വരുമ്പോൾ സംവൃതോകാരം സർവത്ര ലോപിക്കും അല്ലേ. അതിന് എക്സാമ്പിൾ ആണ്ടറുതി, വീട് പ്ലസ് ഉണ്ട്, വീടുണ്ട്, തണുപ്പ് പ്ലസ് ഇല്ല, തണുപ്പില്ല, ഇപ്പൊ വന്നു, 10 പ്ലസ് ആയി, 10 അതിനൊക്കെ ഇരട്ടിക്കുന്നത്. പ്രത്യേകിച്ച് നോക്കാനില്ല, നിത്യസന്ധിയും ലോപസന്ധിയും വേഗം തിരിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഇനി എന്താ അടുത്തത്? വികൽപ്പ ലോപം. ലോപിക്കുകയോ ലോപിക്കാതിരിക്കുകയോ ചെയ്യാം. രോധകസ്വരം പിൻവന്നാൽ ആഖ്യാതത്തിലെ ഊകാരം ലോപിക്കുകയോ അവയ്ക്കിടയ്ക്ക് ഒരു വ്യഞ്ജനം ആഗമിക്കുകയോ ചെയ്യാം. ഉദാഹരണം പെയ്തു പ്ലസ് എന്ന്, പെയ്തെന്ന്, ചെയ്തു പ്ലസ് എന്നാണ്, ചെയ്തെന്ന്, നെക്സ്റ്റ് ചെയ്തുവെന്ന് എന്ന് എഴുതാം. അതാ പറഞ്ഞേ, ചെയ്ത് പ്ലസ് എന്ന് എന്നുള്ളത് ചെയ്തെന്ന്, ചെയ്തുവെന്ന്. ഇതിൽ രണ്ടില് ഏതെങ്കിലും എഴുതാം. ആൻമരിക്കും കട്ടായി തോന്നല്ലോ. അടുത്ത കണ്ടു പ്ലസ് അല്ലോ, കണ്ടല്ലോ, കണ്ടുവല്ലോ. നമുക്ക് അത് അടുത്ത ദിവസം പറയാൻ തോന്നുന്നു. ഒന്ന് അവിടെ വരെ വായിച്ച ലോപസന്ധി വരെ, സന്ധി മുതല്. ആരാ വായിക്കുന്ന ആദ്യം? ഷോണാ? ഷോൺ. സന്ധിയെ കുറിച്ച് സമാനമായി മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു. അല്പം കൂടി വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട ഒരിനമാണ് മലയാളത്തിൽ സന്ധി. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉച്ചാരണ സൗകര്യമാണ് സന്ധി വികാരത്തിന് പ്രധാന കാരണം. അപൂർവം ചിലപ്പോൾ അത് വ്യാകരണത്തിന്റെ ഭാഗമായി അർത്ഥഭേദത്തെയും പദഭേദത്തെയും ബാധിക്കും. വർണ്ണങ്ങൾ സ്വരം വ്യഞ്ജനം എന്ന 2 തരം. ഇവ തമ്മിൽ സ്വരം പ്ലസ് സ്വരം, വ്യഞ്ജനം സ്വരം പ്ലസ് സ്വരം, വ്യഞ്ജനം പ്ലസ് സ്വരം, സ്വരം പ്ലസ് വ്യഞ്ജനം, വ്യഞ്ജനം പ്ലസ് വ്യഞ്ജനം എന്നിങ്ങനെ 4 തരത്തിൽ ബന്ധപ്പെടാം. വ്യഞ്ജനവും സ്വരവും തമ്മിൽ ചേർന്നാൽ സാധാരണഗതിയിൽ അവ ഒന്നിക്കുക മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് അവൻ പ്ലസ് അല്ല സമം അവനല്ല, ചേല് പ്ലസ് ഇല്ല ചേലില്ല. ഇനി ഇജാസ് വായിച്ചോ. വർണ്ണമാറ്റം വരില്ല മുതൽ. വർണ്ണമാറ്റം വരില്ല. സ്വരങ്ങൾ അടുത്തടുത്ത് വന്നാൽ ഉച്ചരിക്കുക പ്രയാസമാണ്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഒന്നുകിൽ ഒരു സ്വരം ലോപിക്കും, അല്ലെങ്കിൽ അവയ്ക്കിടയ്ക്ക് ഒരു വ്യഞ്ജനം ചേർക്കും. 2 സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ലോപിക്കുന്നത് ലോപസന്ധി. ഉദാഹരണം കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. 2 സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവയ്ക്ക് ഒരു വ്യഞ്ജനം ആഗമിക്കുന്നത് ആഗമസന്ധി. ഉദാഹരണം തിരു പ്ലസ് ഓണം, തിരുവോണം. വ്യഞ്ജനങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി അവയിൽ ഒന്ന് മറ്റൊന്നായി മാറ്റും. അത് ആദേശസന്ധി. ഉദാഹരണം പൊൻ പ്ലസ് കുടം, പൊൽക്കുടം. ഉച്ചാരണ സ്ഥാനങ്ങൾ കുറച്ചുകൂടി അടുത്ത് കിട്ടി എന്നതാണ് ഇതുകൊണ്ടുണ്ടായ ലാഭം. സ്വരവും ദൃഢവ്യഞ്ജനവും തമ്മിൽ സന്ധിക്കുമ്പോൾ ദൃഢവ്യഞ്ജനം ഇരട്ടിക്കുന്നു. ഇത് ദ്വീപസന്ധി. ഉദാഹരണം നീല പ്ലസ് തിമിംഗലം, നീലത്തിമിംഗലം. ഈ ഇരട്ടിപ്പ് കൊണ്ട് മുൻ നിൽക്കുന്ന നീല വിശേഷണമാണെന്ന് ഉറപ്പാക്കപ്പെടുന്നു. സംവേദോകാരത്തിൽ
അവസാനിക്കുന്ന ട്, ഋ എന്നീ വ്യഞ്ജനങ്ങൾക്കു പകരമായി സ്വരം വന്നാൽ ആ, ട്, ഋ എന്നിവ ഇരട്ടിക്കും. ഉദാഹരണം: കാട് പ്ലസ് ആന, കാട്ടാന. വീട് പ്ലസ് ആവശ്യം, വീട്ടാവശ്യം. ചേറ് പ്ലസ് ഇൽ, ചേറിൽ. ആറ് പ്ലസ് അരികെ, ആറ്റരികെ. ഇനി ഓരോന്നിന്റെയും പ്രത്യേകതകൾ നോക്കാം. ലോപസന്ധി. ഇത് 3 തരത്തിലാണ് പ്രവർത്തിക്കുക. നിത്യലോപം. സ്വരം വരുമ്പോൾ സംയുതോകാരം സർവത്ര ലോപിക്കും. ഉദാഹരണം: ആണ്ട് പ്ലസ് അറുതി, ആണ്ടറുതി. വീട് പ്ലസ് ഉണ്ട്, വീടുണ്ട്. തണുപ്പ് പ്ലസ് ഇല്ല, തണുപ്പില്ല. 10 പ്ലസ് ആയി, പത്തായി. ഓക്കെ ഓക്കെ, മതി മോനെ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് നല്ലപോലെ വായിക്കും കേട്ടോ. നിത്യസന്ധി ഇത് സംശയം വരും, അതുകൊണ്ട് ഒന്നുകൂടി വായിക്കണേ കുറേ പ്രാവശ്യം. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ ബൈ, സി യു. Bye, Miss. ബൈ.